ഹലോ, ജോജുമാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള പറമ്പാണിത്. ഈ പറമ്പിൽ മാവുകളായിട്ടും പ്ലാവുകളായിട്ടും പലതരം വലിയ വലിയ മരങ്ങളും പിന്നെ പലതരം പച്ചക്കറി കൃഷി, കൊള്ളി, ചേമ്പ്, വാഴ, കുരുമുളക്, ജാതി അങ്ങനെ വിവിധ ഇനം കൃഷികൾ ജോജുമാക്ക് ഈ ഒരു പറമ്പിലുണ്ട്. ഇന്ന് ജോജുമ്മ പുറത്തോട്ട് ഇറങ്ങിയിട്ടുള്ളത് ഈ ഒരു കൊള്ളി പറിക്കാൻ വേണ്ടിയിട്ടാണ്. കൊള്ളി സീസൺ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കൊള്ളി വെച്ചുള്ള വിവിധ തരം റെസിപ്പീസ് ഉണ്ടാവാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് കൊള്ളി ഉപ്പിട്ട് പുഴുങ്ങി അതിന് നല്ല എരിവുള്ള പച്ചമുളക് ചേർത്ത ഉള്ളിച്ചമ്മന്തി, വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ആ ചമ്മന്തി. അതല്ലെങ്കിൽ പിന്നെ കൊള്ളി കുത്തിക്കാച്ചി എന്ന് പറയും, അതായത് ചതമുളകൊക്കെ എടുത്തിട്ട് മുളകൂശ്യം എന്നും പറയും അതിന്. അതല്ലെങ്കിൽ പിന്നെ മീനിട്ടിട്ട് വയ്ക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോജുമ്മയുടെ മീനിട്ടിട്ടുള്ള കൊള്ളി ഉണ്ടാക്കൽ. അങ്ങനെയൊക്കെ അതൊക്കെയാണ് കൂടുതലും ഉണ്ടാക്കുന്ന റെസിപ്പീസ്. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 റെസിപ്പീസാണ്. അതിലൊന്നാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കൊള്ളി എന്ന് പറയുമ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ ഈ നാടൻ കൊള്ളി ആയതുകൊണ്ട് തന്നെ വെറുതെ പുഴുങ്ങി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഇത്രയും വലിയ കൊള്ളിയാണ് കേട്ടോ. ജോജുമ്മയുടെ കൈയിൻ്റെ വലിപ്പവും കൊള്ളിയുടെ വലിപ്പവും കൂടെ നോക്കുക, അത്ര വലിയ കൊള്ളിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരുന്നു ജോജുമ്മ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു റെസിപ്പി കൊള്ളി വെച്ചിട്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. കൊള്ളി വെച്ചിട്ട് പല ടൈപ്പ് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ കൊള്ളി ക്ലീൻ ചെയ്യുന്നത്, ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്നൊക്കെ അതിലിട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊള്ളി വെച്ചിട്ടുള്ള കട്ട്ലറ്റാണ്. കൊള്ളി കട്ട്ലറ്റല്ല, ബീഫ് കട്ട്ലറ്റ് തന്നെയാണ്. അത് കൊള്ളി വെച്ചിട്ട് നമ്മുടെ പൊട്ടറ്റോന് പകരം ഈ ടാപ്പിയോക്ക വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നതെന്ന് മാത്രം. അങ്ങനെ ഉപ്പിട്ട് പുഴുങ്ങിയെടുത്ത കൊള്ളി അത് പെട്ടെന്ന് വെന്ത് കിട്ടും. നാടൻ കൊള്ളി ആകുമ്പോൾ വേഗം തന്നെ വെന്ത് കിട്ടും. അതിനെ നല്ലപോലെ സ്മാഷ് ചെയ്തിട്ട് ഇതുപോലെ കൈവച്ച് ഉടച്ചുടച്ചുടച്ച് ഒട്ടും തന്നെ കട്ടയില്ലാതെ ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ബീഫാണ്. ബീഫ് നല്ലപോലെ വേവിച്ചെടുക്കുക. ബീഫിലേക്ക് പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് അതിനെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കുക. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഒരു സവോള കുഞ്ഞി പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കുക. അതിലേക്ക് ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ, പൊട്ടറ്റോ ഇട്ടിട്ടല്ലേ സാധാരണഗതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നത്, എന്തിനാണ് ഇപ്പോൾ ടാപ്പിയൊക്കെ വെച്ചിട്ടുള്ളൊരു എന്താണ് വ്യത്യാസം എന്ന്? വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നിയത് ടേസ്റ്റിൽ തന്നെ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഒട്ടും തന്നെ ഇതിൽ ഓയിൽ പിടിക്കില്ല. നമ്മൾ കൂടുതലും ഓയിൽ ഫ്രീ ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ, ഓയിൽ പിടിക്കാത്ത സാധനങ്ങളാണല്ലോ നമുക്ക് എപ്പോഴും ഇഷ്ടം. അപ്പോൾ ഓയിൽ പിടിക്കുന്നില്ല, പിന്നെ ഒട്ടും പൊട്ടുന്നില്ല. ഇത് വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ ഒട്ടും തന്നെ പൊട്ടാതെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് ടാപ്പിയോക്ക വെച്ചിട്ട് ചെയ്ത സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്ന ഡിഫറൻസ്. സവാള നല്ലപോലെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ പച്ചമുളക് വട്ടത്തിലരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം തന്നെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിൻ്റെ ആ മണമൊക്കെ ഒന്ന് മാറി നല്ല മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ബീഫ് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇട്ട് കൊടുക്കാം. ബീഫ് വേവിച്ച് ക്രഷ് ചെയ്ത് വരുമ്പോൾ അതിൽ കുറച്ച് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആ വാട്ടർ കണ്ടൻറ്റ് പോയി നല്ല ഡ്രൈ ആയിട്ട് വരുമ്പോഴാണ് കട്ട്ലറ്റിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ചിലർ കുറച്ച് ഈ നമ്മുടെ ഉള്ളിലത്തെ മസാല കുറച്ച് വാട്ടർ കണ്ടൻറ്റോട് കൂടി എടുക്കുമ്പോഴാണ് അത് ഇങ്ങനെ കൂടുതലും പൊട്ടാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ടാകുന്നത്. അത് നല്ല ഡ്രൈ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും
ഗരം മസാല, പിന്നെ മുളക് പൊടി, ഇത്രയും പൊടികളും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ചിട്ടാൽ മതി. കാര്യം നമ്മൾ ഓൾറെഡി ബീഫ് വേവിക്കുന്ന സമയത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പൊടികളും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഉപ്പൊന്ന് ടൈമിൽ നോക്കുക. ഓൾറെഡി വേവിക്കുമ്പോഴും ഉപ്പിടുന്നുണ്ട്, പിന്നെ സവാള വഴറ്റുമ്പോഴും ഉപ്പിടുന്നുണ്ട്. പിന്നെ ഉപ്പ് വേണോ എന്ന് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് ഈ മസാല കിട്ടുമ്പോൾ അതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില അരിഞ്ഞതും മല്ലിയില നല്ല ഫ്രഷ് ആണെങ്കിൽ മാത്രം ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മൊത്തം കട്ട്ലറ്റിനെയും അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ കുഞ്ഞിതാക്കി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. കട്ട്ലറ്റിലേക്കുള്ള എല്ലാ സാധനങ്ങളും അരിയുമ്പോൾ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർക്കണം. കാര്യം നമ്മളിത് വായിൽ വെച്ച് കടിക്കുമ്പോൾ ഒന്നും തന്നെ വലുതായിട്ട് കിട്ടരുത്, എന്നാൽ എല്ലാത്തിൻ്റെ ടേസ്റ്റും അതിൽ ഉണ്ടാവും വേണം. അപ്പോൾ കുഞ്ഞു പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണം എല്ലാ സാധനങ്ങളും ചേർത്ത് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഇത് നല്ല ഡ്രൈ മസാലയായി കിട്ടുമ്പോൾ ഇതിനെ നമ്മൾ തീ ഓഫ് ചെയ്ത് കുറച്ചൊന്ന് കുഴയ്ക്കാൻ ഉള്ള ചൂടാവുന്ന സമയത്ത് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ടാപ്പിയോക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മസാലയും ടാപ്പിയോക്കയും കൂടെ അതിലേക്ക് നല്ലപോലെ അലിഞ്ഞ് ചേരുന്ന പോലെ മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. അതൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അങ്ങനെ വീണ്ടും മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഇതുപോലെ സാധാരണ നമ്മൾ കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് കുഴയ്ക്കുന്നത് പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ഉണ്ടകൾ എടുത്തിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുക, സാധാരണ ഈ മുട്ടയിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കും. മുട്ട നമ്മൾ ചിലർ എഗ് വൈറ്റ് മാത്രം എടുക്കുന്നവരുണ്ട്, പക്ഷെ നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കാറുള്ളത്. എഗ് വൈറ്റും യോക്കും കൂടി എടുക്കും. എന്നിട്ട് അതിനെ നമ്മുടെ ബ്രെഡ് ക്രംസിൽ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കും. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ മുട്ടയിൽ ഇടുന്ന ആ കൈ തന്നെ, നനവുള്ള കൈയല്ലാതെ മറ്റേ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ബ്രെഡ് ക്രംസിലാക്കി എടുത്തു കഴിഞ്ഞാൽ അവസാനം ആവുന്നത് വരെയും ബ്രെഡ് ക്രംസ് നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും. അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ ആദ്യത്തെ ഒരു 5 എണ്ണമൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കും, പിന്നെ ബ്രെഡ് ക്രംസ് കട്ടയാവാൻ തുടങ്ങും. കാര്യം നമ്മൾ സെയിം ഹാൻഡ് വെച്ചിട്ട് തന്നെ നമ്മുടെ മുട്ടയിലും മുക്കും പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കും. അപ്പോൾ നനവ് പിടിച്ചിട്ട് അവസാനമാകുമ്പോൾ ബ്രെഡ് ക്രംസ് കട്ടയാവാൻ തുടങ്ങും. അപ്പോൾ പ്രോപ്പറായിട്ട് റോളാവില്ല. പ്രോപ്പറായിട്ട് ബ്രെഡ് ക്രംസ് ലാസ്റ്റ് ആവുന്ന കട്ട്ലെറ്റ്സിൽ റോളാവാതെ വരും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഒന്നുകിൽ 2 ഹാൻഡ് യൂസ് ചെയ്യുക. ഒരു ഹാൻഡ് വെച്ചിട്ട് ഈ എഗ്ഗിൽ മുക്കുക, മറ്റേ ഹാൻഡ് വെച്ചിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിയുക. അതല്ല വെച്ചാൽ ബ്രെഡ് ക്രംസിൽ പൊതിയുന്നത് സ്പൂൺ വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്നുകിൽ കയ്യിൽ തന്നെ ഏതെങ്കിലും ഷേപ്പ് വയ്ക്കുക, അതല്ലെങ്കിൽ ഇതുപോലെ അച്ചിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കട്ട്ലെറ്റ്സും ഒരേ അളവിലും ഒരേ ഷേപ്പിലും കിട്ടും. ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ ഓയിലിൽ പൊരിച്ചെടുക്കുക. ഇത് നമ്മുടെ ടാപ്പിയോക്കയിലാവുന്ന സമയത്ത് എങ്ങനെയാണോ നമ്മൾ അതിലേക്ക് ഇട്ടത് അതേപോലെ തന്നെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. അരികൊന്നും പൊട്ടാതെ നല്ല ഭംഗിയിൽ നമുക്ക് തിരിച്ചു കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഒട്ടും തന്നെ ഓയിൽ പിടിക്കണ്ട. സാധാരണ ഈ നമ്മൾ ഇതിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പൊട്ടറ്റോ വെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടിഷ്യൂ പേപ്പറിലേക്കാണ് ഇത് ഇടുക. ഓയിൽ പിടിക്കും. പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഇത് പൊടി പോലെ വരില്ലേ. ഈ 2 കാര്യങ്ങളും ഈ ടാപ്പിയോക്ക വെച്ച് ചെയ്യുന്ന സമയത്ത് ഇല്ലായിരുന്നു. ഓയിൽ ഒട്ടും തന്നെ പിടിക്കുന്നുമില്ലായിരുന്നു. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഭയങ്കര പൊരി പോലെ ഉള്ള ആ സാധനവും അങ്ങനെയും ഇല്ലായിരുന്നു. കണ്ടോ, തീരെ പൊട്ടാതെ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കട്ട്ലറ്റ്. കണ്ടോ, അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ ആക്കുന്ന സമയത്ത് കുറേ ഇങ്ങനെ പൊടി പോലെ കിട്ടും. പക്ഷെ ഇതിൽ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്കത് പൊട്ടിച്ച് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ, ഫീഡ്ബാക്ക്സ് അറിയിക്കൂ.
അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്